അതെ, വീട്ടമ്മമാർക്ക് നല്ലൊരു ചെറിയൊരു അറിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സിങ്കിലെ ടാപ്പിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ വെള്ളം കുറവായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം കുറവാണെങ്കിൽ ഇതിനുള്ളിൽ ചെളി പിടിച്ചിട്ട് അല്ലെങ്കിൽ കരടൊക്കെ കയറിയിട്ടായിരിക്കും ഇതിൽ ഇങ്ങനെ അടവ് വരുന്നത്, വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിന്. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പതുക്കെ അതിന് ഈ ടാപ്പുകളുടെ എല്ലാ ടാപ്പിൻ്റെയും അതിൻ്റെ തലയ്ക്ക് ഒരു ഫിൽറ്റർ പോലത്തെ ഒരു ചെറിയൊരു സാധനം ഉണ്ട്. അത് പതുക്കെ ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഊരി പോരുന്നതാണ്. അതൊന്ന് അഴിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അരിപ്പ പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഒരു വാഷ് ഉണ്ടാവും, റബ്ബറിൻ്റെ വാഷ് ഉണ്ടാവും. അത് കളയാൻ നോക്കണം. ഇതൊന്ന് ടാപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് കഴുകുക, നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യുക. അത് പുറത്തെടുത്ത് കഴുകിയാലും കുഴപ്പമില്ല കേട്ടോ. അത് അതിൻ്റെ ഉള്ളിലത്തെ സാധനം ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് കഴുകുക. അതേപോലെ തന്നെ അത് അങ്ങനെ തന്നെ പിടിപ്പിക്കുക. വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ചിലതിൽ ഇത് ഇങ്ങനെ ഊരിയെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ടീസ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഫ്ലാറ്റായിട്ട് ഇത്തിരി ബലമുള്ള ടൈപ്പ് ടീസ്പൂൺ എടുക്കുക. ഒരു ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ആ കട്ടിങ്ങിൽ ഇത് വയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റിലോട്ടേക്കും തിരിച്ച് കഴിഞ്ഞാൽ ഒറ്റ തിരിച്ച് കഴിഞ്ഞാൽ അത് ലൂസാവും. അല്ലാന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടായാലും അങ്ങനെ തിരിക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഊരിപ്പോരും. എന്നിട്ട് അത് അഴിച്ചെടുക്കുക, അതിൻ്റെ ഉള്ളിൽ കരട് കളയുക, അതേപോലെ തന്നെ പിടിപ്പിക്കുക. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പ്ലംബർമാരെ പ്രത്യേകിച്ച് വിളിച്ച് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം കുറവാന്ന് പറഞ്ഞ് അവരെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് തന്നെയാണ്, നമുക്ക് ചെയ്യാവുന്ന അതേ കാര്യം തന്നെ അവരും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവാണെങ്കിലും വലിയ ഉപകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടി അറിവ് കിട്ടാവുന്ന രീതിയിലുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.